ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് വീഡിയോ ഉള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. തുടർന്ന് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോ ആദ്യം നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ കഴിഞ്ഞ വലിയൊരുന്നാൾക്ക് നമ്മൾ പ്ലാൻ ഇട്ടിട്ടായിരുന്നു. ഈ വർഷം എന്തായാലും നമ്മൾ ചെറിയ പെരുന്നാൾക്ക് നമ്മൾ ട്രിപ്പ് നമ്മൾ പ്ലാൻ ഇട്ടിട്ടായിരുന്നു. അപ്പോൾ ഈ നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീരുമാനിച്ച് നമുക്ക് എന്തായാലും ട്രിപ്പ് പോകണം, തീർച്ചയായിട്ടും എന്തായാലും ട്രിപ്പ് പോകണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ രണ്ടാൾക്കാർ വരുന്നില്ല ക്യാൻസലായി, വരുന്നില്ല എന്നാണ്. അപ്പം നമ്മൾ ട്രിപ്പ് ഒഴിവാക്കി. ഇപ്പം പെട്ടെന്ന് വിളിച്ചിട്ടുണ്ട് നാസറിന്, നാളാണ് പോണത് ട്രിപ്പ്. ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നേരെ കടയിൽ പോയിക്കോ, അപ്പം നമുക്ക് വൈകുന്നേരം നേരെ പോകാൻ തീരുമാനിച്ചിരിക്കട്ടെ. അപ്പോൾ ഞാൻ ഡ്രസ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. നമ്മളെ ബാഗിൽ എടുത്തൊക്കെ ഇട്ടിട്ടാണ് ഒരു 2-3 കൂട്ട് ഡ്രസ്സ് എന്തായാലും കൊണ്ടുപോകും. അപ്പോൾ ഇത് ഇടാത്ത ഷർട്ടുകൾ നോക്കിയിട്ട് വേണം എടുക്കാൻ, കാരണം മറ്റേ ഇട്ടൊക്കെ കുറേ ഫോട്ടോസ് എടുത്തതല്ലേ. അപ്പോൾ ഈ ഷർട്ട് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം എടുക്കണം. നമ്മളെ ബാഗ് തിരിക്കുന്ന ബാഗല്ല, ഈ ഷർട്ട് എന്തായാലും എടുക്കണം. ഇതിൻ്റെ കത്തർ നിന്നാട്ടോ. അപ്പോൾ ഇതിട്ടിട്ട് ഞാൻ ഇതുവരെ ഈ ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പോൾ അതെടുക്കാം. മാച്ചുള്ളൊരു പാൻറ്റ് എടുക്കണം കേട്ടോ. അപ്പം എന്തായാലും ഞാൻ സെറ്റ് ചെയ്യട്ടെ, ബാഗ് സെറ്റ് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ ഊട്ടി പോകാനുള്ള സാധനങ്ങളൊക്കെ തൊട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഡ്രസ്സ് ഇത് ഞാൻ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഇതാണെന്ന് തീരുമാനിച്ചിട്ടില്ല കേട്ടോ. ഇത് രണ്ടും കൂടെ ഇടും ഞാൻ എന്തായാലും ഇൻഷാ അല്ലാഹ്. അവിടെ നമ്മൾ ഊട്ടി വെച്ചിട്ട് നമ്മളെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുന്നതായിരിക്കും. എങ്ങനെ ആഘോഷിക്കുന്നതായിരിക്കും. ഇത് രണ്ടും കൂടെ സെറ്റ് ചെയ്തിട്ടൊന്നും ഇടണം വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതും വേറൊരു ഷർട്ടും കൂടെ ഉണ്ട്. പിന്നെ ഞാൻ പെരുന്നാൾക്ക് എടുത്ത ഡ്രസ്സ് എടുക്കാൻ തീരുമാനിച്ചിട്ട് ഒരു 4-5 കൂട്ടി നമ്മൾ കൊണ്ടുപോകും. ആകെ എത്ര ദിവസത്തെ ട്രിപ്പാന്ന് ചോദിക്കൂ, 2 ദിവസത്തെ ട്രിപ്പാട്ടാ. പക്ഷെ നമ്മൾ കുറേ ഡ്രസ്സൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം കുറേ ഫോട്ടോസ് എടുക്കണം. നമ്മൾ കുറേ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും എല്ലായിടത്തും നമുക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ തന്നെ എന്താണ് വാട്സാപ്പിൽ നമുക്ക് സ്റ്റാറ്റസ് ഇട്ട് ആൾക്കാരൊക്കെ വെറുപ്പിക്കണം. അതാണ് നമ്മുടെ പരിപാടി, മെയിൻ പരിപാടി ഇട്ടാ. നന്നായിട്ട് ഡാൻസ് കളിക്കും. ഒരു ഡാൻസ് കളിച്ചു കൊടുത്താൽ ഒരു ഡാൻസ് കളിച്ചു കൊടുക്ക്. നന്നായി ഡാൻസ് കളിക്കും. ഒരു ഡാൻസ് കളിച്ചു കൊടുത്താ ഓൾക്കിപ്പോൾ കളിക്കാനുള്ള മൂടില്ല ഗൈസ്. അപ്പം ഞാൻ എന്തായാലും നമ്മൾ ബാഗിൽ ഫുൾ സാധനങ്ങൾ നിറച്ചതിന് ശേഷം ഇനി നാളെ കാണാം. ആദ്യം ഞാൻ കടയിൽക്കട്ട പോണത്, പിന്നെ രാത്രിയാണ് നമ്മൾ പോവുള്ളൂ. പിന്നെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ അവിടെ സെറ്റായിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തായാലും കടയിൽ പോട്ടെ. പിന്നെ എന്നിട്ട് രാത്രി 8 മണിക്കാട്ട ട്രെയിൻ. 8 മണിക്ക് നമ്മൾ നേരെ കോയമ്പത്തൂർ പോകും. കോയമ്പത്തൂർ നേരെ നമ്മൾ ബസ്സിന് ഊട്ടി പോകുന്നു. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. എങ്ങനെ ഉണ്ട് നോക്കാം. ഇവിടുത്തെ ചൂടിനേക്കാൾ തണുപ്പായിരിക്കും നമ്മൾ വിചാരിക്കണ്ട. ഭയങ്കര ത്രില്ലിങ്ങിനാണ്. എന്തായാലും സെറ്റായിരിക്കുന്നതായിരിക്കും. നമ്മളെ ട്രിപ്പ് നമ്മൾ അടിച്ച് പൊളിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ ഷൂ ഒക്കെ ഇട്ടിട്ട് പോകട്ടെ, കാരണം പിന്നെ മാറ്റാൻ പറ്റില്ലല്ലോ. ഇന്ന് സത്യം പറയല്ലേ, ഞാൻ ഭയങ്കര സന്തോഷത്തിലേട്ടാ. അല്ലേ, നമ്മൾ ചെക്കത വന്നിരിക്കുന്നു. എടാ ഞാൻ ഊട്ടി പോടാ, പെരുന്നാളായിട്ട് ഞാൻ ഊട്ടി പോകണം. ഇജ്ജ് എടുക്കാൻ പോയത് ട്രിപ്പ്? മിനി ഊട്ടി. രണ്ടിനോട് സാമ്യമുണ്ട്. ഞാൻ എൻ്റെ വലിയ ഊട്ടിക്കാണ് പോണത്. ഇജ്ജ് പോയത് ചെറിയ ഊട്ടിക്ക്. മിനി ഊട്ടി മിസ്റ്ററി ഹിൽസ് എന്നുള്ള ഒരു പാർക്കാണ്. അതിൽ പോയാ? വേറെ എവിടെയൊക്കെ പോയത്? ബീച്ചിൽ പോയി, എല്ലായിടത്തും പോയി അടിച്ച് പൊളിച്ച് വന്നിരിക്കുകയാണല്ലേ. ഗൈസ്, ഞങ്ങൾ ഇനി പള്ളിയിലൊക്കെ പോട്ടെ. നിസ്കരിച്ചതിന് ശേഷം ഇനി രാത്രി ഞാൻ കാണിക്കുള്ളൂ കേട്ടോ. ഇനി രാത്രി നമ്മൾ ഇവിടുന്ന് കടയിൽ നിന്ന് ഇറങ്ങിയിട്ടും ആ ഒരു വെപ്രാളുണ്ടല്ലോ, അതേ കാണിക്കുള്ളൂ. എങ്ങനെ വെപ്രാളം, ട്രെയിൻ ഓടി കയറുന്നതും എല്ലാം നിങ്ങളെ കാണിച്ചിരുന്നതായിരിക്കും. ഭയങ്കര സന്തോഷത്തിലാണ്, കാരണം എൻ്റെ പഴയ ഓർമ്മകളിലോട്ടാണ് നമ്മൾ പോകാൻ വേണ്ടി പോണത്. 8 മണി ട്രെയിന് പോകാനെന്നിട്ട് പ്ലാൻ ഇട്ടിരുന്നത്. എല്ലാം കൊണ്ടുപോയിട്ട് ആസിറും ജോമോനും കൊളാക്കിയിരിക്കുകയാണ്. ഈ പെട്ടതിൻ്റെ പുതുച്ചേരി എക്സ്പ്രസ്സിനാണ് നമ്മൾ പോണത്. പുതുച്ചേരി എക്സ്പ്രസ്സിന് നമ്മളെപ്പോഴും കോഴിക്കോട് തന്നെ ട്രെയിൻ ഉണ്ടല്ലോ, പുതുച്ചേരി എക്സ്പ്രസ്, അതിനായിട്ട് നമ്മൾ പോണത്. ഞാനൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടാണ്ടില്ലേ. എന്തായാലും നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുക നമ്മൾ ഊട്ടിയിലായിരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നോക്കാം നമുക്ക് എന്തായാലും. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. ഇത് എത്ര വട്ടം ഞാൻ പറഞ്ഞത് അറിയും. ഭയങ്കര സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ. എന്തായാലും ഈ റെയിൽവേയിൽ എത്തിയിട്ട് കാണാൻ ചെക്കന്മാർ അവിടെ ഞാൻ പോയിട്ട് ടിക്കറ്റൊക്കെ എടുക്കട്ടെ കേട്ടോ. മോലാളി പള്ളിയിൽ പോയിക്കണം. മോലാളിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ. ഗായ്സ്, ഇവർ കാരണമാണ് ഒരു ട്രെയിൻ മിസ് ചെയ്തിട്ട് നിൽക്കണം. ജോമോനാണ് കൂടെ വരുന്നത്. ഒന്ന് ജോമോൻ, ഒന്ന് ആസിറാ നിൽക്കണം കേട്ടോ. ആസിറൊക്കെ ഊട്ടി പോകാൻ വേണ്ടി തണുത്ത ഡ്രസ്സിലാണ് വന്നിട്ടുള്ളത്. വേവാ നമ്മളെ പുതുച്ചേരി എക്സ്പ്രസ് ഇതുവരെ വരുന്നു. സമയമുണ്ടല്ലോ, കാറ് വൃത്തിയാണ്, ആള് കുറവുണ്ട് കേട്ടോ. നമുക്ക് ബാക്കിലാണ് നമ്മളെ സീറ്റ് വരുന്നത്.
സീറ്റില്ല, ജനറൽ കമ്പാർട്ട്മെന്റിൽ ബാക്കിലാണ് ഇരിക്കുന്നു. ജോമോനെ ഇരിക്കുന്നിട്ട് നമ്മളിപ്പോൾ ഷൊർണൂർ എത്താനായിരിക്കുന്നു. അവരോട് തല്ലുപിടിക്കൊണ്ടിരിക്കട്ടെ. എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിരിക്കുന്നുട്ടോ. നമ്മളിപ്പോൾ ഷൊർണൂർ ജംഗ്ഷൻ എത്തിക്കട്ട. ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അല്ല വിളിച്ചറിഞ്ഞിട്ടോ, അവിടെ വിളിച്ചറിയുന്നുണ്ട്. ഇങ്ങനെ കേൾക്കാൻ ഭയങ്കര രസമാണ്. ഷൊർണൂർ ജംഗ്ഷൻ ചെക്കനാണ്. ഇത്ര നമ്മളൊരു ട്രെയിൻ നേരെ വെയിച്ച ഇപ്പം കാരണം മാത്രം ഉണ്ടായി. ഇവൻ കിടന്ന് കുളിച്ച് അത് കാരണം ജ്യൂസ് വാങ്ങിച്ചിരിക്കുന്നു. വിശപ്പ് സഹിക്കാതായപ്പോൾ ഒരു മാംഗോ ജ്യൂസ് മേടിക്കാൻ തീരുമാനിച്ചിട്ടാണ്. എന്താണ് മാംഗോ ജ്യൂസ്? നിങ്ങൾ കുടിക്കട്ടെ. ജോമോനാണ് ആദ്യം കുടിച്ചേട്ടാ. MGR ചെന്നൈ സെൻട്രൽ മെയിലാണ് പോകുന്നത്. നമ്മളിപ്പോൾ പാലക്കാട് ജംഗ്ഷനിലെത്തിട്ടോ. കാപ്പി കാപ്പി കാപ്പി, ചായ 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 എന്നിങ്ങനെ വിളിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേൾക്കാൻ ഭയങ്കര രസമായിട്ടാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇറങ്ങി കാപ്പി 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 കാപ്പി. എന്തോ വാങ്ങണ്ട കേട്ടോ, വട വാങ്ങണ്ട തോന്നുന്നു. വട 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 ഭയങ്കര രസം ഇങ്ങനെ കേൾക്കാൻ. ഇപ്പോൾ ഒരു ചായ വാങ്ങാൻ വിചാരിച്ചിട്ടാണ്. ഇന്ത്യൻ റെയിൽവേൻ്റെ ചായ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ വട കിട്ടുക. നമ്മൾ കോയമ്പത്തൂർ പോയിട്ട് ഒരു കോയമ്പത്തൂരൻ സ്പെഷ്യൽ വേറൊരു സാധനം ഉണ്ടായി കാണിച്ചാൽ അതിൻ്റെ പേര് മറന്നുപോയി. അത് കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കോയമ്പത്തൂർ എത്തിയിട്ട് കോയമ്പത്തൂർ ട്രെയിനിൽ സത്യം പറഞ്ഞിട്ടല്ലോ ഒരു മനുഷ്യനില്ല കേട്ടോ. ട്രെയിനിൽ സത്യം പറയാലോ തീരെ തിരക്കുണ്ടായിരുന്നില്ല. ഞാൻ ഇരുന്ന് സീറ്റ് തട്ടാം. വന്ന പാടെ നമുക്ക് സീറ്റും കിട്ടി, എല്ലാം കിട്ടി. ഇവർക്ക് രണ്ടാളും ഇവിടെ സീറ്റ് കിട്ടി കേട്ടോ. ഒരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞാൽ നമ്മൾ അരമണിക്കൂറിൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ കോയമ്പത്തൂർ എത്തുന്നതായിരിക്കും. അവിടുന്ന് നമ്മൾ മസാല ദോശ കഴിച്ചിട്ടായിരിക്കും നമ്മൾ പോകട്ടോ. ഒരു ദം മസാല ദോശ, ദം ബിരിയാണി അല്ല, ദം മസാല ദോശ കഴിച്ചിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ വൈബ് ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ക്യാമറ എടുത്ത് അങ്ങനെ എടുത്താലേ ശരിയാവും. യൂട്യൂബിൽ ഇടാൻ പറ്റില്ല. ക്യാമറ എടുത്ത് സഹായിക്കുന്നത് നമ്മുടെ ജോമോനാട്ടോ. ജോമോന് മാസ്റ്റർ. ജോമോന് ഇപ്പം വീഡിയോ ഉണ്ട് അപ്പം തിരിഞ്ഞിക്കും, തല തിരിഞ്ഞിക്കും. ആശ്രയല്ലേ കോവിഡിന് ശേഷം മാസ്ക് ഇടുന്ന ഒരാൾ ഇപ്പം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ കോയമ്പത്തൂർ സ്റ്റേഷനിലെത്തിയിരിക്കുന്നു. ഒരു 2 വർഷത്തിന് ശേഷമായിട്ടാണ് കോയമ്പത്തൂർ വരുന്നത്. നമുക്ക് പോയേക്കാം. ഇതിൻ്റെ അടിയിൽ കൂടെ എൻട്രൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്ത് പോയി ചാടുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ഊട്ടിക്കുള്ള ട്രെയിൻ കയറാൻ വേണ്ടി പോവാണ്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ അക്കീമിനാട്ടോ. അക്കീമും പിന്നെ അതുപോലെ തന്നെ ഷാജഹാനൊക്കെയാണ് മിസ് ചെയ്യണത്. ഇപ്പം ഒന്നിലതപ്പോൾ ട്രെയിൻ ഇത് വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. ഫുൾ ട്രെയിനാണ് ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 70th റിപ്പബ്ലിക് ഡേ. ഓ ഭയങ്കര തിരക്കാട്ടാ, ഭയങ്കര തിരക്ക്. ഇതൊക്കെ കഴുകി വൃത്തിയാക്കാനായിരിക്കുന്നു ഇതിൻ്റെ കോച്ചൊക്കെ. കാണുന്ന ഷോപ്പാട്ടെ ഞാൻ പറഞ്ഞിട്ടുള്ള മസാല ദോശ കിട്ടുന്ന ആ റെസ്റ്റോറൻറ്റ് ഇതാട്ടാ. ഒരു മലയാളി റെസ്റ്റോറൻറ്റാണ് ആ കാണുന്നത്, ഫാമിലി റെസ്റ്റോറൻറ്റ്. നമ്മളെന്തായാലും കയറിയിട്ട് ഇവിടുത്തെ മസാല ദോശ ടേസ്റ്റ് ചെയ്തിട്ടാ. ரொம்ப ടേസ്റ്റാണ്. ഞാൻ ഇതിന് മുന്നേ വന്നിട്ട് ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ല കുറേ ആളുകൾ ഇങ്ങനെ നിൽക്കണം. ഫോട്ടോ ഒക്കെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ ആ മസാല ദോശ ഇട്ട മസാല ദോശ അല്ല, പ്ലെയിൻ ദോശ അല്ലോ. എമ്മ വലിപ്പാന്നറിയോ, ഒരാളെ വലിപ്പമുണ്ടല്ലേ. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഉണ്ട് എമ്മി ടേസ്റ്റ്. ചമ്മന്തി 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 യെസ്. ഇത് സാമ്പാർ കേട്ടോ, അത് ചമ്മന്തി. പിന്നെ അത് ചട്നി, ഇത് തേങ്ങ ചട്നി. ആ ഇതിൻ്റെ ഇടത്ത് ടൊമാറ്റോ ചട്നി, തക്കാളി ചട്നി. എങ്ങനെയുണ്ട് എമ്മി ടേസ്റ്റ്? എങ്ങനെയുണ്ട് ആശ്ര?
ആസിർ സത്യം പറഞ്ഞാൽ കുടുങ്ങിയിരിക്കുകയാണ്. നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ആസിർ കുടുങ്ങിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ കോയമ്പത്തൂരിന്ന് നേരെ എവിടേക്കാണ് പോണത്? ഗാന്ധിപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബസ് ഉള്ളത്. ഇവിടെ ഊട്ടിക്ക് ബസ് ഉള്ളത്. നമ്മൾ അങ്ങോട്ട് പോവാണ്. ആസിർ ബാക്കിയിരുന്നു, ഞാൻ ജോമൻ ഇവിടെ സെറ്റായിരിക്കുന്നു. ആസിർ ബാക്കിയിരിക്കുന്നുണ്ട്. എനിക്ക് പോകാനുള്ള ബസ് ഇവിടെയാണ് വരിക എന്നാണ് പറഞ്ഞത്. നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ബസ്. ആരെങ്കിലൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്കുള്ള ബസ് ഇപ്പോഴും വന്നിട്ടില്ല കേട്ടോ. ആ വന്നതൊക്കെ മേട്ടുപ്പാളത്തിൽ പോണ ബസ്സാണ്. നമ്മളെ ബസ് ഇവിടെ വരിക എന്നാണ് ആ ഡ്രൈവർ പറഞ്ഞത് കേട്ടോ. ഇവിടെ വരും. ഇവിടെ ഒന്നും തീരും വൃത്തി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല കേട്ടോ. ഇതൊക്കെ ഫുൾ കച്ചറ ആത്മീയന. അല്ല കച്ചറാണ് ഇവിടെ, കച്ചറ ആത്മീയനാന്ന്. സോ ബസ് ഇതാ നിൽക്കുന്നു. നമ്മൾ കുറേ നേരം നിന്ന് ലാസ്റ്റ് വീട്ടിൽ പോലെ ബസ് കിട്ടിയിട്ടാണ്. ഞാൻ നടുവിലിരിക്കുന്നു, ഒരാൾ ഇവിടെ ഇരിക്കുന്നു, ഒരാൾ ഇവിടെ ഇരിക്കുന്നു. സെറ്റല്ലേ നമ്മളെ ബസ് തട്ടാ. നമ്മളിപ്പോൾ കോരൂരെത്തില്ല. ഫൈനലി നമ്മൾ ഊട്ടിയിലെത്തിയിരിക്കുന്നു. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. ഈ കാണുന്ന ഷോപ്പിലായിട്ട് നമുക്ക് ചായ അടിക്കണത്. ഇവിടെയാണ് ആ യമ്മി ടേസ്റ്റി ചായ ഉള്ളത്. ഈ ചേട്ടൻ എന്നിട്ട് അന്ന് ഉണ്ടായിരുന്നത് നമുക്ക് ചായ ഉണ്ടാക്കി തന്ന ചേട്ടൻ. ഇതൊരു 1.5 ചായ കേട്ടോ. പമ്പ ടേസ്റ്റുള്ള ചായയാണ്. ഈ ചായ കുടിച്ചിങ്ങോട്ട് നമ്മൾ പോയി റൂം എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് റൂമിൽ പോയി കിടന്നുറങ്ങട്ടെ കുറച്ച് സമയം. അപ്പോൾ ഈ വീഡിയോ ചൂടത്തെ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ ബൈ ഗൈസ്.